ഹായ് ഗായ്സ്. സോ നമുക്കിത് ഇങ്ങനത്തെ ഒരു ജ്വല്ലറി ഉണ്ടാക്കിയാലോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇയറിംഗ് ആട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കട്ടിംഗ് പ്ലെയറും പിന്നെ നമുക്ക് ഇത്തിരി ബീഡ്സും, അതായത് ബ്ലാക്ക് ബീഡ്സ് ആയാലും കുഴപ്പമില്ല, ഏത് കളർ ബീഡ്സ് ആയാലും ഇതിന് കുഴപ്പമില്ല. പിന്നെ നമുക്കിത്തിരി ഹുക്ക് വേണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹെഡ് പിൻ ആയിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഹെഡ് പിൻ ഇല്ല. അപ്പോൾ ഞാൻ ഐ പിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോവാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ കളർഫുൾ ബീഡ്സ് ആയിട്ടുള്ള പാക്കറ്റ് എടുത്ത ശേഷം അതിൻ്റെ അകത്തുനിന്ന് 2 വൈറ്റ് ബീഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്, പക്ഷേ ഹെഡ് പിൻ ഉണ്ടായാൽ നല്ലോണം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു സിൽവർ കളർ ഹുക്ക് ആയാലും കുഴപ്പമില്ല, പിന്നെ ഗോൾഡ് കളർ ഹുക്ക് ആയാലും കുഴപ്പമില്ല. ഞാൻ എടുത്തത് ഗോൾഡ് കളറാട്ടോ, കാരണം എൻ്റെ കയ്യിലുണ്ടായ ഐ പിൻ ഗോൾഡ് കളറായിരുന്നു. സോ ഞാൻ പിന്നെ 2 ഗോൾഡ് കളറായിട്ടുള്ള ഐ പിന്നും എടുത്ത ശേഷം പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് കളറായിട്ടുള്ള ഇത്തിരി ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് കളർ ബീഡ്സ് ആയാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിലുണ്ടായ ബീഡ്സ് മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതേ നമുക്ക് ഐ പിൻ എടുക്കാം. അപ്പോൾ ഹെഡ് പിന്നാണ് വേണ്ടത്, പക്ഷെ ഞാൻ ഐ പിൻ എൻ്റെ കയ്യിലുള്ളത് കാരണം ഐ പിന്നാണ് എടുത്തത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വൈറ്റ് ബീഡ് എടുത്ത ശേഷം ഫസ്റ്റ് ആയിട്ട് ഞാൻ ആ ഒരു വൈറ്റ് ബീഡായിരുന്നു ഇട്ടത്. പിന്നെ നമുക്കൊരു ബ്ലാക്ക് ബീഡും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു കട്ടിംഗ് പ്ലെയർ വേണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഐ പിന്നിൻ്റെ ഏറ്റവും എഡ്ജിൽ ഉള്ള ഒരു സ്ഥലം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത ശേഷം നമുക്കൊരു കേൾ ലൈനിലേക്ക് ആക്കണം. അതൊരു സ്ക്വയർ പീസും ആവാൻ പാടില്ല, ഒരു റെക്റ്റാങ്കിൾ ടൈപ്പും ആവാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേവ് ലൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഹുക്ക് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സോ ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്ത ശേഷം അത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത സ്ഥലത്ത് ഒന്ന് അമർത്തി കൊടുക്കാം. അമർത്തി കൊടുത്താൽ നമുക്കത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. സോ നമ്മളുടെ ഫേസ്റ്റ് പെയർ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി സെക്കൻഡ് പെയർ അതേപോലെ ചെയ്തിട്ട് നമുക്ക് ആക്കിയെടുക്കാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പെയർ ആക്കിയ ശേഷമുള്ള ഒരു ലുക്ക്. സോ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.